F-15 വിമാനം ഇറാൻ തകർത്തുവെന്ന അവകാശവാദം പൂർണ്ണമായും US തള്ളുകയാണ്. ഇത്തരത്തിൽ പരക്കുന്ന വാദങ്ങൾ തെറ്റാണെന്നും ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ 8000-ലേറെ പോർ വിമാനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് എന്നും അവയിൽ ഒന്നുപോലും ഇറാൻ വെടിവെച്ചിട്ടില്ല എന്നുമാണ് ഇപ്പോൾ US സെൻട്രൽ കമാൻഡ് പറഞ്ഞു വെക്കുന്നത്. അജയ്, ഇന്നലെ അത് വലിയൊരു വാർത്തയായിരുന്നു. അമേരിക്കയുടെ കുന്തമുന എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന F-35 വിമാനങ്ങൾ നേരത്തെ ഒരെണ്ണം തകർക്കപ്പെട്ടു, F-15 തകർക്കപ്പെട്ടു എന്നുള്ള വാർത്തകൾ വന്നു. F-35ൻ്റെ കാര്യം അമേരിക്ക സമ്മതിച്ചു, തകർക്കപ്പെട്ടിരുന്നു എന്നല്ല, ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പൈലറ്റ് സുരക്ഷിതനാണ്, വിമാനത്തിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ F-15ൻ്റെ കാര്യത്തിൽ മറിച്ചുള്ള അഭിപ്രായമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ്. ഈ ഒരു കാര്യത്തിൽ അമേരിക്കയുടെ പല യുദ്ധവിമാനങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോ അവരുടെ കപ്പലുകൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള പ്രചരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ആദ്യം മുതൽ തന്നെ ഉണ്ട്. എന്നാൽ ഇതൊന്നും സ്ഥിരീകരിക്കാത്ത ഒരു നിലപാടാണ് അമേരിക്ക ആദ്യം മുതൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇപ്പോ അവരുടെ F-35 വിമാനം അത് തകർന്നു വീണത്, അത് ഇപ്പോ പശ്ചിമേഷ്യയിൽ അത് തകർന്നു വീണത്, അത് വലിയ വാർത്തയായിരുന്നു. വിമാനത്തിന് തീപിടുത്തം ഉണ്ടായി, അത് പെട്ടെന്ന് തന്നെ നിലത്തേക്ക് ഇറക്കേണ്ടി വരികയായിരുന്നു. അതിന്റെ പൈലറ്റ് സുരക്ഷിതനാണ് എന്നുള്ള വിവരങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോ ഇത്ര വലിയ ഒരു നാശനഷ്ടം അവർക്ക് ഒരു F-35ന്റെ നഷ്ടത്തോടെ ഉണ്ടായ ഒരു F-35ന്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് $100 മില്യൺ വരും. അപ്പോൾ ഈ ഒരു നഷ്ടം എന്ന് പറയുന്നത് അത് വ്യാപകമായ വിമർശനം അമേരിക്കക്കെതിരെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾക്ക് നേരെയുള്ള വെടിവയ്പ്പുകൾ, അതുപോലെ എബ്രഹാം ലിങ്കൺ ഈ വിമാനവാഹിനി കപ്പലിന് നേരെയുള്ള ആക്രമണം, ഇതെല്ലാം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദങ്ങളാണ്. ഇതിന് തെളിവായിട്ട് ചില കപ്പലുകളെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇറാൻ പുറത്തുവിടുകയുണ്ടായി. ഇതിന് മറുപടിയായിട്ട് ട്രംപ് എന്ന് പറഞ്ഞത് ഇത്തരം ദൃശ്യങ്ങളെല്ലാം AI ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ സൃഷ്ടിക്കുകയാണ്. ഇറാൻ മാനിപ്പുലേഷനിലൂടെ ആളുകളെ കയ്യിലെടുക്കാൻ ചില പോപ്പുലർ മീഡിയകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുൾപ്പെടെ അദ്ദേഹം എടുത്ത് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ദിവസം വീണ്ടും വാൾ സ്ട്രീറ്റ് ജേർണലിനെതിരെ ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അവർ വ്യാജ വാർത്തകളാണ് പങ്കുവയ്ക്കുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ അമേരിക്കക്കെതിരെയുള്ള ആക്രമണത്തിന്റെ വാർത്തകൾ എല്ലാം വ്യാജമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു അവസ്ഥയാണ്, ഒരു നീക്കമാണ് ട്രംപ് ഇപ്പോ പതിവായി സ്വീകരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ വസ്തുതകൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ F-35 വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോ ഏറ്റവും അടുത്ത് സംഭവിച്ചതാണ്. അവരുടെ മറ്റൊരു യുദ്ധവിമാനം തകർന്ന് 6 സൈനികരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഇറാഖിനകത്ത് വെച്ച് സംഭവിച്ചതാണ്. അത് അവിടെയുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഫോഴ്സ് ആണ് ഈ ആക്രമണം നടത്തിയത്. ആദ്യം അത് അമേരിക്ക സ്ഥിരീകരിച്ചിരുന്നില്ല. ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണം ഈ വിമാനം തകർന്നു വീണു എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഈ സൈനികർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ സൈനികർ 6 പേരും കൊല്ലപ്പെട്ടെന്നുള്ള വാർത്ത അമേരിക്കയ്ക്ക് പിന്നീട് സ്ഥിരീകരിക്കേണ്ടി വന്നിരുന്നു. ഇത്തരത്തിലൊരു ആക്രമണം നടന്നു എന്നുള്ളതും അവർക്ക് പിന്നീട് സമ്മതിക്കേണ്ടി വന്ന അവസ്ഥയുണ്ട്. അത് മാത്രമല്ല ഇപ്പോഴുള്ള F-35ന്റെ നാശം, അങ്ങനെയുള്ള പല നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഒരു വ്യാപകമായിട്ടുള്ള നാശനഷ്ടമല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള തിരിച്ചടികളെങ്കിലും അമേരിക്കയ്ക്ക് പല ഘട്ടങ്ങളിലായി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. തീർച്ചയായും അജയ്, ഇപ്പോ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.